പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെ തിരുനാമത്തിൽ ആമേൻ. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 18 മുതൽ 25 വരെയുള്ള തിരുവചനങ്ങൾ. യഹൂദർ അവനോട് ചോദിച്ചു, ഇത് ചെയ്യുവാൻ നിനക്ക് അധികാരമുണ്ടെന്നതിന് എന്തടയാളമാണ് നീ ഞങ്ങളെ കാണിക്കുക? യേശു മറുപടി പറഞ്ഞു, നിങ്ങൾ ദേവാലയം നശിപ്പിക്കുക, 3 ദിവസത്തിനകം ഞാനത് പുനരുദ്ധരിക്കും. യഹൂദർ ചോദിച്ചു, ഈ ദേവാലയം പണിയാൻ 46 സംവത്സരമെടുത്തു, വെറും 3 ദിവസത്തിനകം നീ അത് പുനരുദ്ധരിക്കുമോ? എന്നാൽ അവൻ പറഞ്ഞത് തൻ്റെ ശരീരമാകുന്ന ആലയത്തെപ്പറ്റിയാണ്. അവൻ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടപ്പോൾ അവൻ്റെ ശിഷ്യന്മാർ അവനിത് പറഞ്ഞിരുന്നുവെന്ന് ഓർമ്മിക്കുകയും അങ്ങനെ വിശുദ്ധ ലിഖിതവും യേശു പ്രസ്താവിച്ച വചനവും വിശ്വസിക്കുകയും ചെയ്തു. പെസഹ തിരുനാളിന് അവൻ ജെറൂസലേമിലായിരിക്കുമ്പോൾ പ്രവർത്തിച്ച അടയാളങ്ങൾ കണ്ട് വളരെയേറെ പേർ അവൻ്റെ നാമത്തിൽ വിശ്വസിച്ചു. യേശു ആകട്ടെ അവരെ വിശ്വസിച്ചില്ല, കാരണം അവൻ അവരെയെല്ലാം അറിഞ്ഞിരുന്നു. മനുഷ്യനെപ്പറ്റി ആരുടെയും സാക്ഷ്യം അവന് ആവശ്യമായിരുന്നില്ല. മനുഷ്യനുള്ളത് എന്താണെന്ന് അവൻ വ്യക്തമായി അറിഞ്ഞിരുന്നു. ദൈവമേ, സ്തുതിക്ക് യോഗ്യമാവുന്നു. ബാറയ്ക്കുമോ. കർത്താവിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ, വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 18 മുതൽ 25 വരെയുള്ള തിരുവചനങ്ങളാണ് നമ്മുടെ വിചിന്തനത്തിനായിട്ട് തിരുസഭ നമുക്ക് നൽകിയിരിക്കുന്നത്. പെസഹ തിരുനാളിനായി ജെറൂസലേമിലേക്ക് വരുന്ന യേശു തമ്പുരാൻ ദേവാലയത്തിലെത്തി ദേവാലയം ശുദ്ധീകരിക്കുന്ന സംഭവമാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ദേവാലയത്തിൻ്റെ പരിശുദ്ധിക്ക് ചേരാത്ത എന്തെല്ലാം കാര്യം അവിടെ ഉണ്ടായിരുന്നു, അവയെല്ലാം അദ്ദേഹം പ്രവാചക തുല്യനായി തീർന്നുകൊണ്ട് ഇല്ലാതാക്കുന്നു എന്നുള്ളതാണ് നാം കാണുന്നത്. അവിടെ നാണയം മാറ്റാനിരിക്കുന്നവരെയും പ്രാവിനെയും ആടുകളെയും കാളയും മറ്റും വിൽക്കാനിരിക്കുന്നവരെയെല്ലാം അദ്ദേഹം അടിച്ച് പുറത്താക്കുന്നു. പ്രവാചക ദൗത്യമാണ് ദേവാലയത്തിൻ്റെ ശുദ്ധീകരണം. ദേവാലയവും ദൈവിക കാര്യങ്ങളും ദേവാലയത്തിൻ്റെ പരിസരവും വിശുദ്ധമായി സൂക്ഷിക്കാൻ നമുക്കോരോരുത്തർക്കും കടമയുണ്ട്. ദേവാലയത്തിൻ്റെ വിശുദ്ധിക്ക് ചേരാത്ത എല്ലാ കാര്യങ്ങളും ദേവാലയത്തിൽ നിന്നും നമുക്ക് ഒഴിവാക്കണം. ദൈവാരാധനയ്ക്കും ദൈവിക വചനചിന്തയ്ക്കും മാത്രമായി ദേവാലയം മാറ്റിവെക്കപ്പെടണം. കച്ചവട സ്ഥലമായി കച്ചവട ചിന്തകൾ ചേർന്ന കാര്യങ്ങൾ ദേവാലയത്തിൽ ഒരിക്കലും ഉണ്ടാകരുത്. ഈ ഒരു മനോഭാവം നമ്മളുണ്ടെങ്കിൽ അവയെല്ലാം ഒഴിവാക്കുന്നതിനാണ് ഈ വേദഭാഗം നമുക്ക് ആഹ്വാനം നൽകുന്നത്. എൻ്റെ ആലയത്തെക്കുറിച്ചുള്ള തീക്ഷ്ണത എന്നെ വിഴുങ്ങിക്കളയും എന്ന സങ്കീർത്തന വചനം നമുക്ക് ഓർക്കാം. ദാവീദ് രാജാവ് ദേവാലയം പണിയാൻ ആഗ്രഹിച്ചു. ആ അവസരത്തിൽ അദ്ദേഹം രേഖപ്പെടുത്തുന്ന കാര്യമാണ് ഇത്. ദേവാലയത്തെക്കുറിച്ചുള്ള തീക്ഷ്ണത എന്നും നമുക്ക് ഉണ്ടായിരിക്കണം. ദേവാലയത്തിൻ്റെ പരിശുദ്ധിക്ക് ചേരാത്ത ഒരു സാഹചര്യവും നമ്മുടെ ദേവാലയങ്ങൾ ഉണ്ടാവരുത്. ഈ ദേവാലയങ്ങൾക്ക് വിവിധ മാനങ്ങളുണ്ട്. ഒന്നാമതായിട്ട് നമ്മുടെ സഭയാകുന്ന ദേവാലയം, രണ്ടാമതായിട്ട് നമ്മുടെ ഓരോ ദേവാലയങ്ങളും, മൂന്നാമതായിട്ട് നാം ഓരോരുത്തരുമാകുന്ന ദേവാലയങ്ങൾ. ഈ 3 മാനങ്ങളിലും ദൈവ സാന്നിധ്യത്തിൻ്റെ ആലയങ്ങളായി പ്രവർത്തിക്കാൻ നമുക്ക് കഴിയണം. ഇതിൻ്റെ വിശുദ്ധിക്ക് ചേരാത്ത ഒരു സാഹചര്യവും അവിടെ ഉണ്ടാകരുത്. ദൈവാലയത്തിൻ്റെ വിശുദ്ധിയെക്കുറിച്ച് തീക്ഷ്ണതയോടെ പ്രവാചകനായി പെരുമാറുന്ന യേശു ക്രിസ്തുവിനോട് നിയമജ്ഞരും ഫരീസ്യരും ചോദിക്കുന്ന ചോദ്യം നമ്മളിന്ന് കാണുന്നു. ഇതൊക്കെ ചെയ്യാൻ നിനക്ക് എന്ത് അധികാരമാണുള്ളത്? അവിടെ കർത്താവ് നൽകുന്ന മറുപടിയാണ്, നിങ്ങൾ ഈ ദേവാലയം നശിപ്പിക്കൂ, ഞാനത് 3 ദിവസത്തിനകം പുനരുദ്ധരിക്കും. ഈ ഉയർപ്പിൻ്റെ കാലഘട്ടത്തിൽ കർത്താവിൻ്റെ ഉത്ഥാനത്തിൻ്റെ മുൻ സൂചനയാണ് കർത്താവ് ഇവിടെ നൽകുന്നത്. ദേവാലയത്തിൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, ചോദ്യം ചെയ്യലുകൾ ഒക്കെ ഉണ്ടാകുന്ന അവസരത്തിൽ ഇത് പുനരുദ്ധരിക്കപ്പെടേണ്ട കാര്യമാണ് എന്ന് മനസ്സിലാക്കി, ഇത് പുനരുദ്ധാരണത്തിലേക്ക് കടന്നു പോകുന്ന കാര്യമാണെന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കാൻ നമുക്ക് സാധ്യമാകണം. ഇതാണ് ഉത്ഥാനത്തിൻ്റെ രഹസ്യവും ഇവിടെ കർത്താവ് നൽകുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ
നമ്മുടെ ശരീരമാകുന്ന ആലയങ്ങൾ പലതരത്തിൽ കഷ്ടതകൾ, വ്യഥകൾ, രോഗങ്ങൾക്കൊക്കെ അടിമപ്പെട്ടാലും അവയെല്ലാം ഉത്ഥിതനായ കർത്താവിനോട് ചേർന്ന് പുനരുദ്ധരിക്കാൻ നമുക്ക് കഴിയും. ദൈവം നൽകുന്ന ഉത്ഥാനത്തിൻ്റെ വലിയ സന്ദേശവും അതുതന്നെയാണല്ലോ. കർത്താവിൻ്റെ പുനരുത്ഥാനം നമുക്ക് നൽകുന്ന അടിസ്ഥാനവും അതാണല്ലോ. ഈ അടിസ്ഥാനത്തിൽ വിശ്വസിച്ചുകൊണ്ട് ദൈവാലയമാകുന്ന നമ്മുടെ ശരീരങ്ങളെയും നമ്മുടെ ദേവാലയങ്ങളെയും നമ്മുടെ തിരുസഭയെയും പരിശുദ്ധിയിൽ കാത്തു സൂക്ഷിക്കാൻ നമുക്കോരോരുത്തർക്കും പ്രതിജ്ഞയെടുക്കാം. അതിന് ദൈവം നമ്മളോരോരുത്തരെയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. എല്ലാ ദൈവാനുഗ്രഹങ്ങളും ഈ ദിവസം എവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ.